ഭാഗവതത്തിൽ പുതിയ ജന്മം കിട്ടിയിട്ടേ പഴയത് വിടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പുൽച്ചാടിയെ പോലെ മറ്റൊന്നിൽ പിടിച്ചിട്ടേ ഇപ്പോഴത്തെ വിടുകയുള്ളൂ എന്ന്. ഇതെങ്ങനെ സംഭവിക്കും? ഇത് ഈ വിഷയത്തിൽ ഉപനിഷത്തിന് പോലും ഭിന്നാഭിപ്രായമാണ്, ഏകാഭിപ്രായമില്ല. സംസ്കാരമനുസരിച്ച് പുനർജനിക്കും എന്നുള്ളതിൽ ഏകാഭിപ്രായമാണ്, അതിന് രണ്ടഭിപ്രായമില്ല. ആ പുനർജനിക്കുന്നത് എപ്പോൾ, എങ്ങനെ എന്നുള്ള വിഷയത്തിൽ രണ്ടഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, പിതൃലോകത്തിൽ പോവുകയും അവിടെ നിന്ന് കർമ്മത്തിനനുസരിച്ച് സുഖദുഃഖാദ്യ അനുഭവങ്ങൾക്ക് ഉചിതങ്ങളായ ലോകങ്ങളിലേക്ക് പോവുകയും അനന്തരം പിതൃലോകത്തിൽ എത്തി ചാന്ദ്രലോകം വഴി, ചന്ദ്രകിരണങ്ങൾ വഴി ഈ ഭൂമിയിലേക്ക് വന്ന് ഓഷധികൾ വഴി പുരുഷരേതസ്സിൽ പ്രവേശിച്ച് സ്ത്രീയുടെ ഗർഭത്തിൽ പ്രവേശിച്ച് ശരീരം ഗ്രഹിക്കുന്നു എന്ന് ചിലർ പറയും. ഇരിക്കട്ടെ, അതൊരു കൂട്ടം. വേറൊരു കൂട്ടം എപ്രകാരമാണോ ജളൂകം എന്ന് പറഞ്ഞാൽ ഈ അട്ട ഒരഗ്രം പിടിച്ചിട്ട് മറ്റേ അഗ്രം വിടുന്നത്, എന്നിട്ട് പുതിയ സ്ഥലത്ത് പിടിച്ചിട്ട് മറ്റേ അഗ്രം വിടും, ഇങ്ങനെയാണ് സഞ്ചരിക്കുക. ഇതുപോലെ പുതിയ ശരീരത്തെ ഗ്രഹിച്ചിട്ട് പഴയത് വിടും എന്ന് പറയും. ഓക്കെ, ഇരിക്കട്ടെ. ഇത് ബുദ്ധിപൂർവമുള്ള ചില അഭിപ്രായങ്ങൾ മാത്രമായിട്ടേ നമുക്ക് എടുക്കാൻ പറ്റൂ. ഇതൊക്കെ കൽപ്പനകളാണ്. കാരണം ഈ വിഷയത്തിൽ ഋഷിമാർ ഏകാഭിപ്രായമുള്ളവർ അല്ല. അവർ ചില ആശയങ്ങൾ മുന്നോട്ട് വെച്ചു, ഇങ്ങനെയൊക്കെ ആയിരിക്കാം എന്ന് മുന്നോട്ട് വെച്ചു, അത്രയേ ഉള്ളൂ. നേരെ മറിച്ച് കർമാനുരൂപം ജന്മം എടുക്കുന്നു എന്നുള്ളതിൽ രണ്ടഭിപ്രായമില്ല. ഇനി അവിടെ നേരം പോക്കതല്ല, തത്വവിജ്ഞാനത്തെ സംബന്ധിച്ചോ മോക്ഷത്തെ സംബന്ധിച്ചോ ഏത് ശ്രുതി എടുത്താലും ഒറ്റ അഭിപ്രായം. കാരണം അത് സ്വാനുഭവ വിഷയമാണ്. സ്വാനുഭവത്തിൽ സംശയമില്ല. ഇത് സ്വാനുഭവ വിഷയമല്ല, ഇത് ബുദ്ധിപൂർവം ഊഹിച്ചിങ്ങനെ ആയിരിക്കാം എന്ന് വിചാരിച്ച് എഴുതണതാണ്. ആണല്ലോ, ശരിയല്ലേ പറഞ്ഞേ? കാരണം ഏതെങ്കിലും പുസ്തകം മരിച്ചവരെഴുതിയിട്ടുണ്ടോ? ഇല്ലല്ലോ. മരിച്ചവരെഴുതിയ പുസ്തകം നമുക്ക് വായിക്കാൻ അറിയോ? ജീവിച്ചിരിക്കുന്നവരാണ് ഭാഷയെ ഉപയോഗിച്ച് പുസ്തകം എഴുതിയത്. അത് സംസ്കൃതമായാലും ഗ്രീക്കായാലും ഹീബ്രു ആയാലും അറബി ആയാലും ഒക്കെ തന്നെ ജീവിച്ചിരിക്കുന്നവരാണ്. അതുകൊണ്ട് ലോകാന്തരങ്ങളെക്കുറിച്ച് അവരെഴുതിയതൊക്കെ തന്നെ അവരുടെ വിചാരത്തിനും യുക്തിക്കും ഭാവനയ്ക്കും അനുസരിച്ച് എഴുതിയതായിട്ട് ഞാൻ എടുക്കും. ആരായാലും, ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസൽമാനായാലും. ഏ 5 മാസം വരെ, 5 വയസ്സ് വരെ അറിയോ? നമ്മളൊക്കെ അനുഭവത്തിൽ നമ്മളൊക്കെ 5 വയസ്സ് ഓർമ്മയില്ലേ? എനിക്ക് 3 വയസ്സ് മുതൽ ഉള്ളത് മുഴുവൻ ഓർമ്മയുണ്ട്. മുഴുവൻ വെച്ചാൽ ഒരുവിധമൊക്കെ നല്ല തെളിഞ്ഞ ഓർമ്മയുണ്ട്. 3 വയസ്സിന് മുമ്പുള്ളത് അങ്ങനെ ഓർമ്മയിലില്ല. എനിക്ക് പൂർവ്വജന്മത്തെക്കുറിച്ച് 5 വയസ്സിന് മുമ്പ് ഓർമ്മയുണ്ടായ അനുഭവമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. അവ്യക്ത അനുഭവം, അവ്യക്തമായ തോന്നലുകൾ, അതൊക്കെ ഉണ്ടാവും. അതുണ്ടാവുമല്ലോ, അതിനെന്താ കുഴപ്പം? ഇല്ലെന്നല്ല പറഞ്ഞു. സാർവജനികമായിട്ട് സാർവലൗകികമായിട്ട് ഇത് പറയാൻ പറ്റില്ല. പ്രമാണശാസ്ത്രത്തിൻ്റെ വിശേഷം നോക്കൂ. ഈ പ്രമാണത്തിന് ചില ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണം വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ പുരാണങ്ങളെ, ഇതിഹാസങ്ങളെ നമ്മൾ ആഖ്യാനങ്ങളായിട്ടും ഭക്തിശാസ്ത്രങ്ങളായിട്ടും ഒക്കെ ഗണിക്കും, ബഹുമാനിക്കും. പക്ഷെ പ്രമാണമായിട്ട് എടുക്കില്ല. പ്രമാണം എന്ന് പറഞ്ഞാൽ അത് അന്യപ്രമാണങ്ങളാൽ ബാധിക്കപ്പെടാത്തതാകണം. അന്യപ്രമാണൈഹി അബാധ്യത്വം.
മറ്റ് പ്രമാണങ്ങളെ കൊണ്ട് ബാധിക്കപ്പെട്ടാൽ ഒന്ന് പ്രമാണമല്ല. ഞാൻ പറഞ്ഞു 2 + 2 = 4. ഈ 2 ഒരേ വസ്തുവായിരിക്കണേ, 2 വസ്തു ആവരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 2 + 2 എപ്പോഴും 4 അല്ല, ആണോ? എന്നാ നിങ്ങളുടെ അഭിപ്രായം? 2 + 2 4 ആണോ അല്ലയോ? ആണോ? ആഹാ. എന്നാ 2 എലി + 2 പാമ്പ് സമം പറഞ്ഞു തരൂ. 2 എലി + 2 പാമ്പ് എത്രയാ? സമം സാധ്യത 1, സാധ്യത 1 2 പാമ്പ്, സാധ്യത 2 2 എലി + 2 പാമ്പ്. ഒരിക്കലും അവയെ കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. അപ്പം 2 + 2 കൂട്ടാൻ പറ്റില്ല അവിടെ. എന്നാൽ പാമ്പ്, എലി തുടങ്ങിയവയെ മാറ്റി 2 എന്ന സംജ്ഞ മാത്രം എടുത്താൽ 2 + 2 അറബി കൂട്ടിയാലും 4 ആണ്, ആഫ്രിക്കക്കാരൻ കൂട്ടിയാലും 4 ആണ്, ഇന്ത്യക്കാരൻ കൂട്ടിയാലും 4 ആണ്, അമേരിക്കക്കാരൻ കൂട്ടിയാലും 4 ആണ്. ഇതാണ് പ്രമാണത്തിന് വേണ്ട പ്രഥമ ലക്ഷണം. അന്യപ്രമാണൈഹി അബാധ്യത്വം. അന്യപ്രമാണങ്ങളെ കൊണ്ട് ബാധിക്കപ്പെടാത്തതേ പ്രമാണമാണ്. ഇപ്പോൾ പുരാണങ്ങളിലുള്ള പല കൽപ്പനകളിലും നമുക്ക് യുക്തിക്ക് നിരക്കാത്തതുണ്ടാവും. 10 തല, 60,000 വയസ്സിൽ കുട്ടി ഉണ്ടാവുക, 11,000 കൊല്ലം രാജ്യം ഭരിക്കുക. എന്താ അത് കഥ? ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം അത് നമ്മൾ മനസ്സിലാക്കും. അത് പുരാണങ്ങളിൽ അതിശയോക്തി ഭാഷയുണ്ട്, ന്യൂനോക്തി ഭാഷയുണ്ട്, രൂപക ഭാഷയുണ്ട്, അനേക ഭാഷകളുണ്ട്. കാരണം വേദവ്യാഖ്യാനമാണ് പുരാണങ്ങളുടെ കർത്തവ്യം. അതിന് കഥാ പ്രപഞ്ചത്തെ നമ്മുടെ മുമ്പിൽ സൃഷ്ടിക്കുകയാണ് പുരാണങ്ങളിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മെ സംബന്ധിച്ച് സകല പ്രമാണത്തിന് മുമ്പിലും നിൽക്കാത്തതിനെ അർത്ഥവാദമായിട്ട് എടുക്കാനേ പറ്റൂ, പ്രമാണങ്ങളാൽ ബാധിക്കപ്പെട്ടാൽ. കാരണം ഇവിടെ പ്രത്യക്ഷ പ്രമാണത്തിന് വിരുദ്ധമാണ്. എൻ്റെ അഭിപ്രായത്തിൽ പൂർവജന സ്മൃതി എല്ലാവർക്കും ഉണ്ടാവുന്നില്ല. എന്നാൽ ഗർഭത്തിൽ വെച്ച് ജന്മാന്തര സ്മൃതി ഉണ്ടാകുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഞാൻ ജനിച്ചു കഴിഞ്ഞാൽ തത്വവിചാരം ചെയ്ത് ഒരിക്കലും മായാനാടകത്തിൽ കുടുങ്ങാതെ മുക്തനാകുമെന്നും ഭ്രൂണസ്ഥിതിയിലിരിക്കുന്ന ശിശു സങ്കല്പിക്കും. പക്ഷേ ഓരോ ജനനത്തിലും ഒരു മരണം അന്തർഭവിച്ചിട്ടുണ്ട്. പ്രാണവിച്ഛേദമാണ് മരണമെങ്കിൽ ഓരോ ജനനത്തിലും ഒരു മരണമുണ്ട്, ഉണ്ടല്ലോ. കാരണം ഇത്രയും കാലം ഞാൻ പ്രാണനെ സ്വീകരിച്ചത് അമ്മയിൽ നിന്ന് തൻ്റെ പൊക്കിൾ കൊടിയിലൂടെയാണ്. അത് ഛേദിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പൊക്കിൾ കൊടി ആരോ മുറിച്ചു മാറ്റി എന്നല്ല, ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. പ്രാണവായുവെ ഞാൻ ശ്വസിച്ചിട്ടുമില്ല. അതിനു മുമ്പ് ചെറിയൊരു സമയം, വളരെ ചെറിയൊരു സമയമുണ്ട്. ആ സമയം മൃതി സമാനമാണ്. ഒന്ന് കരഞ്ഞ് സന്തോഷമായി ഇല്ലേ? സന്തോഷമായി. എന്ത്? ആ കുഞ്ഞ് കരഞ്ഞപ്പോൾ തനിക്ക് സന്തോഷമായി. എന്തൊരു കഷ്ടമാണ്. അപ്പോൾ അതോടുകൂടി എല്ലാം വിസ്മരിച്ചു. പിന്നെ കരഞ്ഞുകൊണ്ട് അമ്മേ അച്ഛാന്നും പറഞ്ഞ് ഇരിക്കുക. പിന്നെ ഈ പ്രതിജ്ഞയൊക്കെ മറന്നു. പിന്നെ ഈ മസാലയിലൊക്കെ കുടുങ്ങി അങ്ങനെ കഴിയുക നമ്മൾ. പിന്നെയാണ് അന്വേഷിക്കണം എന്താ അപ്പോൾ ഇതിൽ രക്ഷപ്പെടാനുള്ള വഴി. അതുകൊണ്ട് കാലത്തെക്കുറിച്ച് ഉള്ളതൊക്കെ തന്നെ ബുദ്ധിപരമായി ഋഷിമാർ കൽപ്പിച്ചത്, പല ഋഷിമാർ പല പ്രകാരം പറഞ്ഞിട്ടുണ്ട്. ഉപനിഷത്തിൽ തന്നെ പല പ്രകാരമുണ്ട് ഈ എങ്ങനെയാണ് പുതിയ സ്ഥൂല ശരീരത്തെ പ്രാപിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച്. അതുകൊണ്ട് അത് ബുദ്ധിതലത്തിൽ ഇരുന്നു കൊണ്ട് വിചാരം ചെയ്ത് പലർ അഭിപ്രായ ഭേദങ്ങൾ പറഞ്ഞതാണെന്ന് സ്വീകരിക്കാനേ നമുക്ക് സാധിക്കൂ. എന്നാൽ സ്വാനുഭവ വിഷയത്തെ സംബന്ധിച്ച് ഒറ്റ അഭിപ്രായമേ ഉള്ളൂ. ഒറ്റ അഭിപ്രായം, 2 അഭിപ്രായമില്ല. എന്താ 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 എന്താ
ആ അങ്ങനെയൊന്നും പറ്റില്ല. അതിനെന്താ കുഴപ്പം? ഇത് നമ്മുടെ സ്ഥൂലതലത്തു നിന്നല്ലേ ഈ രണ്ട് സ്ഥലത്ത് നിൽക്കണതൊക്കെ. സൂക്ഷ്മതലത്തിൽ നമുക്കെന്തിനാ ദേശകാലങ്ങളാൽ പരിമിതമായ നിലയ്ക്ക് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്കത് ഉൾക്കൊള്ളാൻ വിഷമം. അപ്പം അതുകൊണ്ട് പല അഭിപ്രായങ്ങൾ, ഇത്രയും നമുക്ക് പറയാൻ പറ്റൂ, പല അഭിപ്രായങ്ങൾ ഋഷിമാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് പാരമാർത്ഥികമായി ഉള്ളതല്ല. സ്വാനുഭവത്തെ സംബന്ധിച്ച് ഞാൻ സച്ചിദാനന്ദ സ്വരൂപനാണെന്നുള്ളത് ഋഷിമാർക്ക് ഭിന്നാഭിപ്രായമില്ല. എന്തുകൊണ്ടില്ല? അത് സ്വാനുഭവ വിഷയമാണ്. സ്വാനുഭവ വിഷയത്തിൽ സംശയമില്ല. പഞ്ചസാരയ്ക്ക് മധുരമുണ്ടെന്നും മുളക് കടിച്ചാൽ എരിവുണ്ടെന്നും സംശയരഹിതമായി പറയാം. സംശയരഹിതമായി പറയാം. ഉണ്ടുണ്ട്, രണ്ടുണ്ട്. ഉപനിഷത്തിൽ തന്നെ ഉണ്ട്. ഒരു ഉപനിഷത്തിൽ തന്നെ ഉണ്ട്. ചാന്തോക്യത്തിൽ രണ്ടും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ നിലയ്ക്ക് എടുക്കുന്നതാണ് നല്ലത്.